ഹലോ, ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ക്യാമ്പസിലാണ്. അപ്പോൾ നമുക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റുഡൻസിൻ്റെ ഡയറക്റ്റ് പോയിട്ട് എക്സ്പീരിയൻസ് എടുക്കാൻ പോവാണ്. പോവാം. ഫസ്റ്റ് നമുക്ക് അസ്ലമിൻ്റെ ചോദിക്കാം, എത്രയാണ് എക്സ്പെൻസ് വരുന്നത്, ഇവിടുത്തെ പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള അസ്ലമിൻ്റെ ചോദിച്ചു തുടങ്ങാം. എങ്ങനെയാണ് ഇവിടുത്തെ മന്ത്ലി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്? മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ റെൻ്റാണ് ഹോമിൻ്റെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, ഷെയറിംഗ് ആണ്. അവിടെ 6 മെമ്പേഴ്സ് ഉണ്ട്. അവർ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് 400 രൂപ വെച്ചാണ്. അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും, നമ്മൾ ഷെയർ ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന റൂം പോലെയൊക്കെ ഇരിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫുഡിൻ്റെ ആണ്. നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ്. നമ്മളൊക്കെ ഇപ്പോൾ റൂമിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണ്. നമ്മൾ 6 മെമ്പേഴ്സ് ഉണ്ട്, 6 പേരും കൂടെ സ്പ്ലിറ്റ് ഇട്ട് അത് നമ്മൾ എല്ലാം കൂടെ മേടിച്ച് മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി ഗ്രോസറി മേടിച്ച് സ്പ്ലിറ്റ് ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോലും ഒരു മന്ത് ഒരു 200 യൂറോ ഒക്കെ മതി മാക്സിമം. ഒരു 200 യൂറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ, കുക്ക് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ട്രാവൽ നോക്കുകയാണെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോളേജ് വരാനൊക്കെ നമുക്ക് ലീവ് കാർഡ് ഉണ്ട്. ഇവിടെ സ്റ്റുഡൻസിന് ലീവ് കാർഡ് കിട്ടും. അപ്പോൾ ഒരു മണിക്കൂറിന് നമുക്ക് അതിലൊരു 1 യൂറോ ഉണ്ടെങ്കിൽ നമുക്കൊരു മണിക്കൂർ ട്രാവൽ ചെയ്യാം. അപ്പോൾ എൻ്റെ സ്റ്റേയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ എത്തുന്നവർ ഒരു മണിക്കൂർ മതി. അപ്പോൾ എനിക്ക് ലുവാസ് കയറണം. ലുവാസ് മീൻസ് മെട്രോ ലുവാസ് കയറണം. ലുവാസ് കഴിഞ്ഞിട്ട് ഞാൻ റിയാൾട്ടോ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് ബസ്സിൽ കയറുമ്പോൾ ആ ബസ്സിലും ടാപ്പ് ചെയ്യുമ്പോൾ 1 യൂറോ തന്നെ പോകുള്ളൂ. അപ്പോൾ ഞാനൊരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തുമ്പോൾ എനിക്ക് 1 യൂറോ കൊണ്ട് ഇവിടെ എത്താം. അപ്പോൾ എനിക്ക് ടോട്ടൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇവിടെ എത്തി കോളേജ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നവരെ ട്രാവൽ എക്സ്പെൻസ് ആകെ 2 യൂറോ ഉള്ളൂ ഡെയിലി. ഇപ്പോഴത്തെ പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ ഫസ്റ്റിൽ വന്നിട്ട് ഏകദേശം 2 മാസമായി. ഇപ്പോൾ എങ്ങനെയാണ് പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടോ, എന്താണ് ചെയ്യുന്നത് ഒന്ന് പറയാം? പാർട്ട് ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വന്നിട്ട് 2 months ആയി. ഞാൻ വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം GNAB PPSന് വേണ്ടി അപ്പോയിൻമെൻറ്റ് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കൊരു 1 monthൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ആദ്യം ഇത് രണ്ടും ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് GNAB PPS കിട്ടും. അപ്പോൾ അത് രണ്ടും നമുക്കിവിടെ റിക്വയർഡ് ആണ്. ഒരു ജോബ് കിട്ടണമെങ്കിൽ നമുക്കത് എന്തായാലും റിക്വയർഡായ കാര്യമാണ്. പിന്നെ എനിക്കിപ്പോൾ പാർട്ട് ടൈം ആയി. ഞാൻ ഇപ്പോൾ കയറിയിട്ട് ഒരു 2 weeks ആവുന്നു, വന്നിട്ട് 2 months ആയി. അപ്പോൾ എന്തായാലും 2 months ഒക്കെ നിങ്ങൾ എന്തായാലും കാണണം പാർട്ട് ടൈം. ഇപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൽ എനിക്കൊരു 25-26 വരെ അവേഴ്സ് കിട്ടും സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കിട്ടും. പക്ഷെ ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് എനിക്കിവിടെ മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 25-28 hours എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇവിടുത്തെ ഒരു ലീഗലാണ്, അത് ലീഗൽ നിയമമാണത്. അങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് കുഴപ്പമില്ല. പാർട്ട് ടൈം നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയി വന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ ഓക്കെയാണ്, പാർട്ട് ടൈം സെർച്ച് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ AC അല്ലാത്ത പീപ്പിൾസിന് വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലുന്നവർക്ക് നിങ്ങൾക്ക് പാർട്ട് ടൈം ഷുവർ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമ്മൾ അതിന് വേണ്ടി അതാണ് പോയിന്റ്, നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇൻഡീഡിലോ അല്ലെങ്കിൽ ലിങ്ക്ഡിനിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. ഞാനിപ്പോൾ എങ്ങനെ പോയാലും ഒരു ഇൻഡീഡിൽ ഒരു 300-350 ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കോളുകൾ വരും, പക്ഷേ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ പ്രൊസീഡ് ചെയ്യില്ല അത് വെച്ചിട്ട് അവർ. കാരണം അത്രത്തോളം ഒരു ഇൻഡീഡ് എന്നൊക്കെ പറയുമ്പോൾ വിത്തിൻ ഇട്ടിട്ടൊരു 1 hours 2 hours ആകുമ്പോഴത്തേക്കും അത്രത്തോളം അവർക്ക് റിസ്യൂം അവർക്ക് പോകുന്നുണ്ട്, ആപ്ലിക്കേഷൻ പോകുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്തത് എനിക്ക് ആ സ്റ്റെപ്പ് മനസ്സിലായപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ CV എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പല മേഖലയിലും, അതെല്ലാം ഞാൻ പല CV ആക്കി. എനിക്കൊരു 4-5 വെറൈറ്റി CVs ഉണ്ട് എൻ്റെ കയ്യിൽ. അത് വെച്ച് ഞാൻ റെസ്റ്റോറൻറ്റ്സിലും പിന്നെ അതുപോലെ സർക്കിൾ കെ, കോസ്റ്റ കോഫി, പിന്നെ അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് വർക്കിംഗ് ഉണ്ട്. ഇന്ത്യ പോലെയല്ല, ഇന്ത്യനേക്കാൾ ഡിഫറെൻ്റ് ആണ് ഇവിടെ ജോലി കിട്ടാൻ. ഇവിടെ അവേഴ്സാണ് നോക്കുന്നത്. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ രാവിലെ ഒരാൾ പണിക്ക് പോയി 10 മണിക്ക് കയറുന്നു, അവനൊരു വൈകിട്ട് 6 മണിക്ക് ഇറങ്ങുന്നു, അങ്ങനെയാണ് ഒരു ദിവസമാണ് നോക്കുന്നത്. ഇവിടെ മറിച്ച് നമുക്കൊരു അവേഴ്സാണ്. ഇപ്പോൾ ഒരു 1 hourന് ബേസിക് പേ എന്ന് പറയുന്നത് ഒരു 14 യൂറോയുടെ അടുത്ത്, അതിൽ കുറവുണ്ട്, ഒരു 13.5 ആണ് നമുക്ക് യൂറോ കിട്ടുന്നത്. അത് നാട്ടിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ഫണ്ടായി. ഇവിടെ ജീവിച്ചു പോകാൻ അത് മതി. നമുക്ക് ഡെയിലി ഒരു 5 hours ഒക്കെ പണിയെടുക്കാം. വർക്ക് സ്ട്രെസ് ഇല്ല, നമുക്ക് വർക്ക് ബാലൻസ് ഉണ്ട്. ഇവർ വീക്കിലി ഓഫ് തരും, ബ്രേക്ക് തരും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അതുപോലെ ഇപ്പോൾ ഒരു കോസ്റ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടുന്ന് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഫ്രീ ആണ്. ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് കഴിക്കാം. ഫുഡിന് എക്സ്പെൻസ് വരും, പക്ഷേ ഡ്രിങ്ക്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ ലൈഫ് ഇതുവരെ ഉള്ളത്. ഹാപ്പിയാണ് ഇവിടെ എത്തിയതിൽ. കോളേജ് ഇതാണ് എൻ്റെ കോളേജ്, ഗ്രിഫിത്ത് കോളേജ്. ക്ലാസ് ഉണ്ട് എനിക്ക് വീക്ക്ലി 3 days ആണ് ക്ലാസ് ഉള്ളത്, Monday, Tuesday, Wednesday. അതിൽ 2 days എനിക്ക് മോർണിംഗ് ഉള്ളത്. Tuesday, Wednesday എനിക്ക് ക്ലാസ് ഉള്ളത് മോർണിംഗ് ഓൺലൈനാണ്. അപ്പോൾ എനിക്ക് സുഖമാണ്. മോർണിംഗ് എനിക്ക് ഉറക്കം, അന്നത്തെ ദിവസം വർക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ഉറക്കം എനിക്ക് ബാലൻസ് ചെയ്ത് ഉറങ്ങാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ്സിന് വരാം. ക്ലാസ് കഴിഞ്ഞ് എനിക്ക് 6 മണിക്ക് ക്ലാസ് കഴിയും. വൈകിട്ട് 6 മണി വരെ ഉണ്ട് ചില ദിവസങ്ങൾ ക്ലാസ്. എനിക്ക് 3 ദിവസമുള്ളൂ, അതുകൊണ്ട് എനിക്ക് വർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, ഇവിടെ ഓക്കെയാണ്, ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട് ഇതുവരെ ഉള്ള എൻ്റെ കാര്യം. ഓക്കെ, ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ക്ലാസ് അവേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ആളുടെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്. നമുക്കിനി അടുത്ത ആളുടെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് ചോദിച്ചു നോക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ലെവൽക്കായിരിക്കും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമുക്ക് അടുത്ത ആളുടെ അടുത്ത് ചോദിക്കാം. മനസ്സിലായി, എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്? റൂം റെന്റ്, അതേപോലെ ഗ്രോസറീസ്, ട്രാവൽ എക്സ്പെൻസ്, അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? എനിക്ക് റൂം റെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഷെയറിംഗ് ആണ്, 2 sharing ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് വരുന്നത് 500 ആണ്. 500 പ്ലസ് ബില്ല് വരും.
ബില്ലൊരു 60 വരും. അതിൽ ബില്ലിൽ എന്ന് വെച്ചാൽ നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ലും ഗ്യാസ് ബില്ലും വരും. അങ്ങനെ ഒരു 560 വരുന്നുണ്ട്. 500 റെൻറ്റും 60 പ്ലസ് ബില്ലും. പിന്നെ ചിലവ് എങ്ങനെ വെച്ചാൽ ഗ്രോസറി ചിലവ് നമുക്കൊരു 150 to 200 ആ ഒരു റേഞ്ചിൽ വരും. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ബില്ല് വരിക, ഗ്രോസറി ബില്ല് വരിക. ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ്? ട്രാവലിംഗ് എങ്ങനെ വെച്ചാൽ നമുക്ക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ലീപ് കാർഡ് ഉണ്ട്. അപ്പോൾ ലീപ് കാർഡ് നമുക്ക് വളരെ ഉപകാരമാണ്. നമുക്ക് ഒരു 1 hourൻ്റെ ഉള്ളിൽ എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അപ്പോൾ ട്രാവലിങ്ങിന് വലിയ എമൗണ്ട് ഇവിടെ വരില്ല, നമുക്ക് സ്റ്റുഡൻസ് ആയതുകൊണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ പാർട്ട് ടൈമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് പാർട്ട് ടൈം ഇപ്പോൾ ഞാനൊന്ന് ഒരു പാർട്ട് ടൈമിൽ കയറിയിട്ടുണ്ട്. പാർട്ട് ടൈം കുഴപ്പമില്ല, കിട്ടാൻ ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ പാർട്ട് ടൈം ജോബ്. പാർട്ട് ടൈം ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മളെ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ലോണിലേക്കൊക്കെ പേയ്മെൻറ്റ് അടച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ? ഇല്ല ഞാൻ ഇപ്പോൾ അത് തുടങ്ങിയിട്ടില്ല. ഞാൻ അതാ പറഞ്ഞാൽ ഞാൻ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കയറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടക്കാനുള്ള രീതിയിലൊക്കെ പറ്റുന്നതാണ് ഒരു വിശ്വാസം തോന്നുന്നത്. ആദർശിന് എങ്ങനെയാണ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇപ്പോൾ എക്സ്പെൻസിൻ്റെ കാര്യം നമ്മൾ മെയിനായിട്ട് പറയുവാണെങ്കിൽ ഗ്രോസറീസ് ആണ് വൺ ഓഫ് ദ മെയിൻ എക്സ്പെൻസ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എത്രയൊക്കെ നോക്കുവാണെങ്കിലും വീക്കിലാണെങ്കിൽ ഇപ്പോൾ ഒരു 50 to 100 euros എന്തായാലും വരും. എങ്ങനെ ഷെയർഡ് ആയിട്ടാണ് ഗ്രോസറി? ഷെയ്ഡായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഗ്രോസറീസ് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും ലൈക്ക് ഇപ്പോൾ വന്നിട്ട് 1 മാസം 2 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാലും മെയിൻലി ഗ്രോസറീസ് ആണ് വൺ ഓഫ് ദ മെയിൻ എക്സ്പെൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ റൂമിൻ്റെ റെൻറ്റ് കാര്യങ്ങളൊക്കെ? റൂമിൻ്റെ റെൻറ്റ് ഇപ്പോൾ എനിക്ക് വരുന്നത് 550 ആണ്. അപ്പോൾ നമുക്ക് ഈ 550 പറയുവാണെങ്കിൽ തന്നെ അതിൽ നമുക്ക് ജിം അമിനിറ്റീസ് ഉണ്ട്. അപ്പോൾ അതാണ് വൺ ഓഫ് ദ മെയിൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ലൈക്ക് അപ്പോൾ നമുക്ക് അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഒരു 550 അത്ര വലുതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ റൂമിലാണെങ്കിലും ഞങ്ങളൊരു 3 പേരായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. സോ അത് ഓക്കെയാണ്. ഓക്കെ ആണല്ലേ. ട്രാവലിംഗ് എക്സ്പെൻസ് എങ്ങനെയാണ് മീറ്റ് ഇപ്പോൾ ചെയ്യുന്നത്? ട്രാവലിംഗ് ആണ് നമുക്കൊരു മെയിൻ അഡ്വാൻറ്റേജ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലീപ് കാർഡ് ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് റീചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു 1.5 hours നമുക്കൊരു €1 എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. സോ ലീപ് കാർഡ് ഉള്ളതുകൊണ്ട് അതൊരു എക്സ്പെൻസ് ആയിട്ട് തോന്നുന്നില്ല. എങ്ങനെ ഇപ്പോൾ പാർട്ട് ടൈം ഒക്കെ എങ്ങനെയാണ് നോക്കി? പാർട്ട് ടൈം നോക്കുന്നുണ്ട്. ലൈക്ക് ഇവിടെ ഇപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കുറച്ച് പാടായിട്ട് കാണുന്നത് അതാണ് നമുക്ക്. പക്ഷെ അത് എത്ര തപ്പിലും എന്തായാലും കിട്ടും. പിന്നെ വന്നിട്ട് 2 മാസം ആയിട്ടുള്ളൂ. സോ നോക്കുന്നുണ്ട്, കിട്ടും. ഓവറോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ലൈക്ക് കോളേജ് ആണെങ്കിലും വീക്ക്ലി 3 days ഉള്ളൂ. സോ ഇപ്പം നമുക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ തന്നെ ബാക്കി 4 days നമുക്ക് എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാസ്സസ് ആണെങ്കിലും ഓക്കെ ആണ്. സോ അങ്ങനെ പോകുന്നു. ഓക്കെ.